ഹലോ ഗൈസ്, എല്ലാവർക്കും റഡാർ പെറ്റ്സിലൂടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് ചാവക്കാടാണ് കേട്ടോ. ചാവക്കാടുള്ള ബോസം ഫാമിലാണ് നമ്മളിന്ന് എത്തി വന്ന് നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാത്ത പലതരം വെറൈറ്റി താറാവുകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസിനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഏകദേശം 15ഓളം വെറൈറ്റീസ് ഉണ്ട്. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയാണ്. നമ്മൾ ഇത് കവർ ചെയ്യാൻ തന്നെ ഭയങ്കര ലൈറ്റായി പോയി. ഇത് കുറേ പേരും കാര്യങ്ങളൊക്കെ കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഇതിൻ്റെ മുക്കും മൂലം ഇടാണ്ട് നമ്മളിത് കണ്ടൻറ്റ് കവർ ചെയ്തുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ താറാവുകൾ അങ്ങനത്തെ ഐറ്റംസ് മാത്രമല്ല, പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്, പഴവർഗ്ഗങ്ങൾ, കുറേ ഐറ്റംസോട് കൂടിയിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഫാം നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യും, അത് 100% ഉറപ്പാണ്. താറാവിനെ പോലും ഇഷ്ടമില്ലാത്തവർ എന്തായാലും വീഡിയോ കണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നേരെ നമ്മുടെ വീഡിയോ കാണാം, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മുടെ ബോസം ഫാമിൻ്റെ ഓണേഴ്സാണ് ഇവർ നിൽക്കുന്നത്. രണ്ടുപേരെ പേരൊന്ന് പരിചയപ്പെടുത്തി തരുമോ? ഞാൻ സുറൂർ. ചേട്ടൻ്റെ പേരോ? അഷ്കർ എന്നാണ് കേട്ടോ. പക്ഷെ ഒരാൾക്കാണ് ഞാൻ മൈക്ക് വെച്ചിട്ടുള്ളത്, പുള്ളിയുടെ പേര് അഷ്കർ എന്നാണ്, ആളുടെ പേര് ഇപ്പോൾ പറഞ്ഞു. അപ്പം നമുക്കൊരു കാര്യം ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഏറ്റവും ബെസ്റ്റ് ഡക്കിനെ നോക്കി പരിചയപ്പെടുത്തി അങ്ങോട്ട് തുടങ്ങിയാലോ? ബെസ്റ്റ് പറയുമ്പോൾ നമ്മളെ പുതിയത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരാത്ത ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് ഒരാളുടെ വീഡിയോയിൽ പോലും വരാത്ത ഐറ്റത്തിനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. ഇവരുടെ പേര് തന്നെ ഒന്ന് പറഞ്ഞേ. ഇത് കൊൽമഗോറി എന്ന് പറയും. കൊൽമഗോറി അല്ലേ? കൊൽമഗോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഡക്കിനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സൗണ്ട് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. കാരണം സൗണ്ട് കിട്ടുമെന്ന് തന്നെ ഭയങ്കര സംശയമാണ്. നമ്മൾ സാധാരണ താറാവുകളെ കണ്ടക്കണ പോലത്തെ ഒരു ഐറ്റം അല്ല. ഇവരെ കഴുത്താണല്ലേ മെയിനായിട്ട്. സൈസും ബോഡി സൈസ് ഹെവിയാണ്. ബോഡി സൈസ് നല്ല സൈസ് വരുന്നതാണ്. എത്ര കിലോ തൂക്കുണ്ട് ഇപ്പോൾ? ഏകദേശം തൂക്കം പിടിച്ച് നോക്കാൻ വേണ്ടി ഏറെക്കുറെ 15 കിലോ വരെ തൂക്കം. അടിപൊളിയാണ്. ഓക്കെ. ഇവരെ കഴുത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കഴുത്തിലൊരു തയമ്പ് പോലെ അല്ലേ? ഒരു താടിയാണിത്. താടി കിടക്കുന്ന വേണ്ട. ഇതില് മെയിൽ ഫീമെയിൽ എടുക്കാം. ഈ വൈറ്റ് മെയിലാണ്. വൈറ്റ് മെയിലും മറ്റേത് 2 ഫീമെയിലാണ്. ഇവരെ സൗണ്ട് കാരണം നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ഈ പുതിയ ആൾക്കാരെ കാണുമ്പോഴേ അവർക്ക് ഭയങ്കര അഗ്രസീവ്. പൊതുവെ ഗൂസ് ഒരു ഡോഗിന്റെ ഇതൊന്നും ചെയ്യുന്ന ഐറ്റാണ്. ഇവരിപ്പോ നമ്മള് പുറത്തഴിച്ചിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളെ അടുപ്പിക്കൂല. ഇവരുടെ ബ്രീഡിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് എഗ്ഗിങ് ടൈമാണ്. അത് അത്ര അഗ്രസീവ്. ഇവരുടെ ബേബീസിനൊക്കെ സെയിലിന് തുടങ്ങി. നിലവിലുള്ള 5-6 കുഞ്ഞുങ്ങൾ ഇറങ്ങിയതൊക്കെ ബുക്കിംഗ് ആണ്. നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ വില പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വില എന്താ കാലാവസ്ഥ വെച്ചിട്ടും പിന്നെ നമ്മളെ ലഭ്യത അനുസരിച്ചൊക്കെ വിലയിൽ മാറ്റം വരും. അതുകൊണ്ട് ഇപ്പൊ ഈ വീഡിയോ വന്ന 1 വർഷത്തിന് ശേഷം ഒരാൾ കാണുമ്പോ അന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മുടെ വീഡിയോയുടെ തൊട്ടുതാഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്ത് സംശയത്തിനും ഇവരെ വിളിച്ചു നോക്കിയാൽ. എഗ് ഒന്നും ഇവിടെ സെയിലില്ല. കുഞ്ഞുങ്ങളെ മാത്രമാണ് ഇവിടെ സെയിലുള്ള. ഇതാണ് ആ ബ്രൗൺ 2 ഫീമെയിൽ, ഇതും മെയിലാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ഇതിലൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാലോ? അപ്പൊ ഇവർക്ക് ബാത്തിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആള് വരുന്ന നോക്കിയാ അഗ്രസീവ് ആണ് കേട്ടോ. ജസ്റ്റ് പോയിട്ട് പിന്നിൽ സംഭവം എന്തായാലും നൈസ് ഇതാണ് കേട്ടോ. താറാവല്ല മൊത്തത്തിൽ. ഇനി എങ്ങോട്ട് നമ്മൾ പോണേ? ഇനി ഇതിന്റെ ബാക്കിൽ ഗൂസിന്റെ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് സെയിലിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള. ഇത് ഏത് വെറൈറ്റിയുടെയാ? ഇതിലിപ്പോ ഒരു 3 വെറൈറ്റി കുഞ്ഞുങ്ങളുണ്ട്. 3 അല്ല 4 വെറൈറ്റി ഉണ്ട്. 4 വെറൈറ്റി. കയറാം, എല്ലാ കൂട്ടിലും കയറാം. ഓരോ കൂട്ടിലും ടാങ്ക് ഉണ്ടാവും. രാത്രി കുഞ്ഞിന് സേഫ് ആയിട്ടുള്ള കൂടുകളുണ്ടാവും. നമ്മളൊക്കെ പണ്ട് പാടത്തും അവിടെയൊക്കെ ആയിട്ടുള്ള താറാവുകളാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവരിൽ ഏകദേശം 10-15ഓളം വെറൈറ്റിയുടെ അടുത്ത് 13 വെറൈറ്റിയോളം താറാവുകൾ ഇവരുടെ കയ്യിൽ ഇപ്പൊ തന്നെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. നോക്കി നോക്കിയാൽ ഇതിലെല്ലാം ബേബീസ് ആണ്. എല്ലാത്തിനും 4 മാസം പ്രായത്തിലുള്ള ആൾക്കാരാണ്. ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വന്നില്ല. ഇല്ല. ഇനിയും മോൾട്ടിങ് കഴിയാണ്ട് ഇപ്പൊ ബ്രൗൺ കാണുന്നതൊക്കെ മോൾട്ടിങ് കഴിയാനുള്ളവരാ. പേടിച്ചിട്ടാ. ഇവർ അഗ്രസീവായി കഴിഞ്ഞാൽ ധൈര്യം കൂടും. പേടിച്ച് കഴിഞ്ഞാൽ കൊടുക്കത്തില്ല. അപ്പൊ നമ്മൾ പുതിയതായിട്ട് പുറത്തുനിന്ന് ഒരാൾ വരുന്ന കണ്ടിട്ടുള്ള ഒരു പേടിയിലാണ് ഇങ്ങോട്ട് ഓടുന്നിട്ടാ. പക്ഷെ ഓടണ കാണാൻ തന്നെ രസമുണ്ടല്ലേ? ഇതിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് കേട്ടാ. ഇവര് എപ്പോഴാണ് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യണ ടൈം? ഇവര് 7 മാസത്തിൽ തന്നെയാണ്. 7 മാസത്തിലല്ലേ? ചില ദിവസം ഇപ്പൊ കൊൽമഗോറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ ആദ്യം കണ്ട കൊൽമഗോറി. പിന്നെ ഇതിലിപ്പോ ഈ എംഡൻ ഗൂസ് ഉണ്ട്. ഇപ്പൊ ഈ പ്യൂർ വൈറ്റ് കണ്ടില്ലേ? പ്യൂർ വൈറ്റ് കണ്ടത് എംഡൻ ഗൂസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇറങ്ങാം നമുക്ക്. അതായിരിക്കും ബെറ്റർ. അല്ല, അവരുടെ പേരൻസിനെ നമുക്ക് കാണാം.
ഇനി എങ്ങോട്ടാണ് നമുക്ക് ഇതിപ്പോ ഏകദേശം എത്ര സെന്റിലാണ് സ്ഥലം ചെയ്യുന്നത്? 1.5 ഏക്കർ സ്ഥലത്ത്. 1.5 ഏക്കർ സ്ഥലത്താണല്ലേ? 1.5 ഏക്കർ നമ്മൾ കുറച്ച് കൃഷിയും ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്ക് അച്ചാറിന്റെ ചെറിയൊരു പരിപാടി ഉണ്ട്. അച്ചാറിന് ഉണ്ടല്ലേ? നമ്മുടെ ഫാമിന്റെ പേരിൽ തന്നെ ബോസം ഫാം ഫുഡ്സ് എന്നിട്ട് നോൺ വെജ് അച്ചാറുകൾ ഇപ്പൊ തൃശ്ശൂർ ജില്ല കവർ ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ അടുത്തത് എറണാകുളം മലപ്പുറം ജില്ലയ്ക്ക് സപ്ലൈ പോകും ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വീഡിയോയിൽ നമ്മൾ അച്ചാറിന്റെ കാണിച്ചു തരാം. പാക്കിംഗ് ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ നമ്മുടെ അച്ചാറ് അയച്ചു തരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുളക് കൃഷി ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? നമ്മള് ഓർഗാനിക് ആയിട്ട് തന്നെ മുളക് കൃഷി ചെയ്തിട്ട് പിന്നെ നമുക്ക് പൂമ 2-3 സാമ്പിൾ ഒരു ടേസ്റ്റ് ചെയ്തിട്ട് കിടക്കാം. ഇനി ഇതേതാണ് ഐറ്റം? ഇത് എംഡൻ ഗൂസ്. എംഡൻ ഗൂസ് അല്ല, ജർമ്മനാണ് സ്വദേശം. എംഡൻ ഗൂസ് എന്ന് പറഞ്ഞുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. എല്ലാത്തിലും ഭയങ്കര ശബ്ദമാണ് കേട്ടോ. അവർക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് ആണ് ഈ കാണുന്നത്. ഒരാൾ അടയിരിക്കുന്നുണ്ടാവും ആണല്ലോ. ഓക്കെ. എംഡൻ ഗൂസ് ഇട്ടാ എന്താ സൗണ്ട് വെച്ചാലേ ഭയങ്കര ശബ്ദമാണ് കേട്ടോ. ഒരു രക്ഷിതാത്ത ശബ്ദമാണ്. പറഞ്ഞോ. ഇവരുടെ കൂട്ടി വരാണ്ട അത് ഫീമെയിൽ അടിയിരിക്കുക. ആ സമയത്ത് ഇവർക്ക് ആരെയുമില്ല, ആരെയും കൂട്ടിക്കേറ്റില്ല. അതിന്റെ ഇത് മെയിലാ, അത് 2 ഫീമെയിലാ. അപ്പൊ നമുക്കൊരു കാര്യം അവരെ ശല്യം ചെയ്യാനും പാടില്ല. കാണാൻ പോകുന്നവരൊക്കെ ഐറ്റം ഇത് അതിന്റെ ഫീമെയിൽ അല്ല? ഇതല്ല, ഇത് ടുലോസ് ഗൂസ് എന്ന് പറയും. ടുലോസ് ഗൂസ് അല്ല, ടുലോസ് ഗൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താറാവാണ്. അത് കാലുമുദ്ര ഭയങ്കര ശബ്ദമാണ് കേട്ടോ. നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒരു ഫാമിന്റെ ബോർഡും കാര്യങ്ങളാണ് ഈ കാണാട്ടോ. ബോസം, അതാണ് ടുലോസ് ഗൂസ്. ടുലോസ് ഗൂസ് ഡോറൊന്നും ചിലപ്പോൾ അങ്ങോട്ട് പോകും. ടുലോസ് ഗൂസ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ കാണുന്നത് കേട്ടാ. അതും ഹെവി സൈസ് വരുന്നതാ, ഭയങ്കര സൈസ് ആയിട്ടുള്ള താറാവാണ് കേട്ടാ. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം സൈസ് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഞാനിവിടെ വന്ന് ഡയറക്റ്റ് കാണുന്ന സമയത്ത് കളറും ഭയങ്കര വെറൈറ്റി ഒരു കളറും കൂടിയാണ് ഇതിന്റെ. ഓക്കെ. ഇപ്പുറത്തുള്ള ടീം നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു മറ്റേ കൊൽമകോരി അതിന്റെ കുഞ്ഞുങ്ങളാണ്. അതിന്റെ കുഞ്ഞുങ്ങളല്ല, വേറെ കുഞ്ഞുങ്ങൾ. അവര് ഹമ്പ് ഉണ്ടാവും. താടി ഇനി വന്നു തുടങ്ങണുള്ളൂ. കണ്ടോ? ഈ താടി വന്നു ഒരു വേറെ പുറത്തുനിന്ന് പുതിയ വന്നതാ. ഭയങ്കര ഓറഞ്ച് കളർ കാണാൻ. ഓറഞ്ച് കളർ ഭയങ്കര ഷൈനിങ്, അടിപൊളിയാണ്. ഇവരെ കൂടിനുള്ളിൽ കിടക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇവരെ കൂടിനുള്ളിൽ കിടക്കാം. അപ്പൊ ഇവർക്ക് കുളിക്കാനുള്ള ബാത്തിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര. ഓരോ ബ്രീഡിനും ഓരോ കൂട്ടില് ഓരോ ടാങ്ക് ഉണ്ടാവും. ആണല്ലേ? ഓക്കെ. ഇവർക്ക് വെള്ളം മുഖ്യാണ്. ഓക്കെ. സൗണ്ട് ആണ് കേട്ടോ ഗൈസ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. താറാവുകളാണ്. ഒരുപാട് വെറൈറ്റികൾ അവരെ വായൊന്നും കടപ്പിച്ച് വെക്കാൻ പറ്റില്ല, കാരണം അവരെ നേച്ചുറലായിട്ട് കറിയുന്നതാണ്. അഗ്രസീവ് ആണ്. മറ്റുള്ളവരെ പരിചയമില്ലാത്തതുകൊണ്ടാണ് അവർ ആ സൗണ്ട് ഉണ്ടാക്കുന്നത്. നോക്കിയൊക്കെ എന്നെ വലിയ പരിചയമൊന്നുമില്ല. ആണല്ലേ? ഓക്കെ. നമുക്കിവിടെ ഇവരുടെ ഫാമിലി ഒരു ബായിയാണ് ഇതിനൊക്കെ നോക്കുന്നുണ്ട്. ആളെടുത്ത് ഭയങ്കര ഇണക്കാണല്ലോ. ഭയങ്കര ഇണക്കാണ്. നമ്മളെ പരിപാടി വെച്ചാൽ ഇവരെ മുട്ട എടുത്തുണ്ടാവില്ല. അതെല്ലേ? ബായി തന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കല. സ്വാഭാവികമായിട്ട് നമ്മളോട് ശത്രുത, ബായിയോട് സ്നേഹമായിരിക്കും. ഇത് പുതിയതേ വന്നുകൊണ്ട് വലിയ ഇത്രയും ഭംഗിയുണ്ടെന്ന് അറിയുന്നത് ബോസം ഫാമിലി വന്നപ്പോഴാണ് കേട്ടോ. ഭയങ്കര ഒരു വെറൈറ്റി ബ്രീഡ് ഇതിലുണ്ട്. ഉണ്ടല്ലേ? ഇതില് റോമൻ ടഫ് ടൗലോസ് ഗൂസ് എന്ന് പറയും. പ്യുവർ ഫുൾ കളർ വരുന്നതാണ്, ബ്രൗൺ കളർ വരുന്നതാണ്. അടിപൊളി കേട്ടോ. ഭയങ്കര വിഷ്വലാണ്. നിങ്ങൾക്ക് ഇതിന്റെ എന്ത് ഡീറ്റെയിൽ അറിയണമെങ്കിലും നമ്മുടെ ബോസം ഫാമിന്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. സ്ഥലം വരുന്നത് അണ്ടത്തോട് പെരിയമ്പലം, ചാവക്കാട് പൊന്നാനി റൂട്ടിലാണ് കേട്ടോ, തൃശ്ശൂർ ജില്ല. ഓക്കെ. എല്ലാത്തിലും ബാത്തിങ് സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവരെ ബോസം ഫാമിന്റെ യൂട്യൂബ് വീഡിയോസ് പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു അത്ഭുതമായിട്ട് തോന്നി സത്യം പറഞ്ഞ ഇവിടെയാണ് കേട്ടോ. ഈ ഡയലോഗ് ഏത് സിനിമയിലുണ്ട് സത്യത്തിൽ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കോളിലൊക്കെ ഇതിനകത്ത് കയറാൻ പറ്റും. ജസ്റ്റ് ചാരി കിടക്കുന്നുള്ളൂ. കവച്ച് വെച്ച് കയറേണ്ടി വരും. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫാമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് പരിചയപ്പെടുത്തി. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന റേറ്റാണ്. നിങ്ങളാണ് അവിടെ സെയിൽ ചെയ്യുന്നത്. ഇത് കാണാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ താറാവെന്നാണ്. വേൾഡിലെ ഏറ്റവും ചെറിയ ഡൊമസ്റ്റിക് ഡക്ക്. ഇവരൊക്കെ പക്ക സൈലന്റ് ആണ്. യൂറോപ്യൻസിലൊക്കെ ഒരു വീടിന്റെ അകത്ത് വളർത്തുന്ന ടൈപ്പ് ബ്രീഡുകളാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവർക്ക് ബ്രീഡിംഗ് ബോക്സ് അവർ തന്നെ അടയിരിക്കണതാണ്. എണ്ണപ്പാട്ട് ബിസ്ക്കറ്റിംഗ് എന്നൊക്കെ പറയും ഇവിടെ. ഇത് ഇനിയുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. വേറെയും കൂടുതൽ ചില ബ്രീഡുകൾ ചില ഐറ്റംസിന് നമ്മൾ പെയറാക്കി തിരിച്ച് സെപ്പറേറ്റ് കേജ് ഇട്ടിരുന്നു. ചിലവര് കോളനി സിസ്റ്റം പോലെ ഇട്ടിട്ടുണ്ട്. അതെ. നേരത്തെ കണ്ടത് ഒരു പേരിന് മാത്രമാണ്. ഇപ്പൊ അതിന് കൂടുതൽ കളക്ഷൻ ഭയങ്കര ക്യൂട്ടാണല്ലോ. ഭയങ്കര ക്യൂട്ടായുള്ള താറാവുണ്ട്. മാക്സിമം സൈസ് ആണ്, അഡൽട്ട് ആണ്. അതല്ല എന്ത് സൈലന്റ് അല്ലേ ഇത്. വേണ്ട
അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഇവരെ കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ടോ? ഇല്ല, ഒരു കുഞ്ഞുങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവരെ തന്നെ അടയിരുന്ന പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഏകദേശം 45 to 45, 50 വരെ. അവര് വലുപ്പത്തിന്റെ കുറവിലാണ് ഇവർക്ക് വില കൂടുന്നത്. അത് ഒരു പക്ക ഒരു പേരാ, പ്രാവ് പോലെ തന്നെ. ഇല്ലില്ല, ഇത് പൊന്നുവിലക്ക് കൊടുക്കുന്ന സാധനങ്ങളാ. നോക്കിയൊക്കെ എന്ത് ക്യൂട്ടാ നോക്കിയൊക്കെ. നമുക്ക് വേണമെങ്കിൽ ഒരു പെറ്റായിട്ട് വേണമെങ്കിൽ വളർത്താം. അടിപൊളി കേട്ടോ, അത്രയും ക്യൂട്ട്. ഇവര് പ്യൂർ വൈറ്റ് അല്ലേ? പ്യൂർ വൈറ്റ്. പിന്നെ ഇതില് ഈ താറാവ് വെറൈറ്റികളിൽ തന്നെ ഏറ്റവും കൂടുതൽ കളർ വെറൈറ്റി ഇറങ്ങുന്ന താറാവ് കോൾഡക്കാണ്. 18ഓളം വെറൈറ്റി. കോൾഡക്ക്, വിളിക്കുന്ന താറാവ്, വിളിത്താറാവ്. അടിപൊളി. അതായത് ഏറ്റവും കൂടുതൽ കളർ വെറൈറ്റി ഈ താറാവിനാണ് ഇറങ്ങുന്നത്. 18 കളർ ടൈപ്പിൽ ഇറങ്ങുന്നുണ്ട്. ഇതിലിപ്പോ ഗ്രേ മല്ലാട് എന്നുള്ള പാറ്റേൺ ആണ് ആ രണ്ട് കാണുന്നത്. ആ രണ്ടെണ്ണം കാണുന്നത് ഗ്രേ മല്ലാട്. മറ്റേത് മറ്റേ ഈസ്റ്റ് ഇൻഡീസ് ഒരു കളറിന്റെ പാറ്റേൺ ആണ് അതിൽ കാണുന്നുണ്ട്. ഇവര് കറക്റ്റ് ഒരു പേരാണല്ലേ? ഒരു പേരായി മാറി നിൽക്കുന്നതാ. ഇതിലിതാ അതൊരു പേര് പോലെ അതൊരു പേരാണ്. അത് ഒരു മെയിലും 2 ഫീമെയിലും ഒരു സെറ്റാണ്. ഒരു ട്രൈ ആയിട്ട് മാറി നിൽക്കുന്ന ടീമാണ്. അതൊരു പേരാണ്. ഇവരെ ഫീമെയിലിനെ ക്രോസ് ചെയ്യാൻ പറ്റും സമ്മതിക്കില്ല, മറ്റേ മെയിൽ സമ്മതിക്കില്ല. ഫൈറ്റ് ചെയ്യും. അവർക്കുള്ള മുട്ടയുള്ള കൂടും. ഇത് നമ്മൾ പണ്ട് കോഴി ചെയ്തിരുന്ന റാൻഡം വെറൈറ്റികളൊക്കെ ചെയ്തിരുന്നില്ലേ? ഇതാണ് ആ സൗണ്ട്. സൗണ്ട് വളരെ നൈസാണ്. പക്ഷെ മറ്റവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സൗണ്ടേ അല്ല. മറ്റവരെ നമ്മൾ അവരെ ടെറിറ്ററിയിൽ നിന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് ഉണ്ടാവില്ല. നമ്മൾ അവരെ ഏരിയക്ക് കടന്നു കഴിഞ്ഞാലാണ് പ്രശ്നമുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ കുറേശ്ശൊക്കെ ചെടിയൊക്കെ വെച്ച് ഫ്രാഷൻ ഫ്രൂട്ടിന്റെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടക്കാം. ഇവര് ചെയ്തിരിക്കുന്നത് തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനും പിന്നെ അതുപോലെ അത്യാവശ്യം ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഫ്രൂട്ട് പ്ലാന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു കൊത്തി നശിപ്പിക്കുന്ന ഒരു പരിപാടി ഇല്ലേ? അത് ചില ബ്രീഡുകൾ അതിനനുസരിച്ചുള്ള കൂടുതൽ നമ്മൾ വെക്കില്ല. ആണല്ലേ? ഓക്കെ. നിങ്ങൾ നോക്കി നോക്കിയാ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് റുവാണ്ടക്ക് എന്ന് പറയും. റുവാണ്ടക്ക് ഫ്രാൻസിന്റെ ബ്രീഡാണ്. ഫ്രാൻസിൽ റുവാൻ എന്ന സ്ഥലത്താണ് കാണപ്പെട്ടത്. അതുകൊണ്ട് മിക്ക ബ്രീഡുകൾക്കും അതാത് എവിടെയാണോ കണ്ടെത്തിയിട്ടുള്ളത് ആ സ്ഥലത്തിൻ്റെയോ രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കും ഇവരുടെ ബ്രീഡിന് പേര് വരിക. പിന്നെ ഇപ്പൊ ഇവര് നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് വേറൊരു അപ്പൊ എനിക്ക് അവിടെ നിന്ന് ആട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട്. നോക്കി നോക്കിയാ അടിപൊളി കേട്ടാ, അടിപൊളി. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഇതിന്റെ ഭംഗി കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ബിഗ്ഗസ്റ്റ് ഡൊമസ്റ്റിക് ഡക്ക് ഇല്ല. ഓക്കെ. ഇതിപ്പോ മിക്കതും കുഞ്ഞുങ്ങളാ, അതായത് 6 മാസം ആ റേഞ്ചിലുള്ളവരാണ്. ആണല്ലേ? ഇത് ഈ പാറ്റേൺ ഇവര് 2 പാറ്റേണിൽ ഉണ്ടാവുക. ഒന്നല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് പാറ്റേൺ, അല്ലെങ്കിൽ അത് ഗൂഗിളിൽ ഉണ്ടാവും ഫോട്ടോസ്. നമുക്ക് പേളായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലേ? അതായത് ഇങ്ങനെ പുള്ളി അത് ഫീമെയിൽ. ഗ്രീൻ ഹെഡ് വരുന്നത് മെയിൽ. സ്വാഭാവികമായിട്ട് മറ്റു താറാവുകളുടെ നാടൻ താറാവുകളുടെ അതുപോലെ അതിന് പറയാം മല്ലാട് പാറ്റേൺ എന്നാണ് പറയാ. മല്ലാട് എന്നൊരു വെറൈറ്റി ഡക്ക് ഉണ്ട്. അതിന്റെ പാറ്റേണിലാണ് നമ്മൾ നാടൻ താറാവായാലും മറ്റുള്ള എല്ലാ താറാവുകളും ഉള്ളത്. നമ്മുടെ സൈസിലായാലും ഒരു ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര സൈസാണ്, ഭയങ്കര സൈസാണ് വരുന്നത്. ഇവരെ കൊടുക്കാനുണ്ട് നമ്മുടെ ഒരു പേര് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഇതിന് കൊടുക്കും. ഈ കാണുന്നതിന് കൊടുക്കും. ആരും ഏതിനാണ് ചോദിച്ചാൽ കൊടുക്കും. ഇഷ്ടമുള്ള കൊടുക്കും. പക്ഷെ നമ്മൾ വില പറയുന്നത് എക്സിബിഷൻ ക്വാളിറ്റിയാണ്. എത്ര ടു എത്ര വരെയാണ് ഇതിന്റെ പ്രൈസ് വരാൻ ചാൻസ്? ഡിപ്പെൻഡ് വരുന്നത് ഇപ്പൊ ഇതിനെ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 40 to 60 അതിന്റെ റേഞ്ചിൽ. ബ്രീഡിംഗ് പേരാണ് നമ്മൾ കൊടുക്കുക. ബ്രീഡിംഗ് പേരാണ് കൊടുക്കുക. കാരണം പൊതുവെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കാറുള്ളൂ. പക്ഷെ ഇതിനൊരു പേര് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് 2024 ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ 2025 അപ്പൊ ആ സമയത്തുള്ള വില വേറെ ആയിരിക്കും. ചിലപ്പോൾ കുറവായിരിക്കാം, കൂടുതലായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പൊ ഈ പ്രാവശ്യത്തെ വിലയിൽ തരാൻ ഈ ബ്രീഡ് നമ്മളെ ഫാമിൽ കൊണ്ടുവന്നിട്ട് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടിയത്. കുഞ്ഞുങ്ങൾ വെച്ചാൽ ഈ ഒരു ബാച്ച് കിട്ടി നമുക്ക്. പിന്നെ ശേഷം വേറെ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടില്ല. ഇതിപ്പോ 6 മാസം ആയിട്ടുണ്ടല്ലേ? ഓക്കെ. എന്തായാലും കൊള്ളാം. നമുക്കപ്പോ സമയം കളയാൻ അടുത്ത് തന്നെ ചിലപ്പോ പറന്ന് കൊത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ പ്രശ്നമില്ല അല്ലേ? ഓക്കെ. ഇവര് ഭയങ്കര നമ്മൾ പണ്ടൊക്കെ കണ്ടത് വേറൊരു തരം കളർ ടർക്കിയാണ്. പക്ഷെ ഇതൊരു ബ്രൗൺ കളറാണ്, ചോക്ലേറ്റ് കളറാണല്ലോ. ഇത് ബാർബോ റെഡ് എന്നാ പറയാ. ബാർബോ റെഡ് എന്നാണ് കേട്ടോ ഈ കളറിന്റെ പേര് വരുന്നത്. നൈസാണ്. നോക്കി നോക്കിയാ ഇത് മറ്റേത് ഫീമെയിൽ, ഇത് മെയിലാണല്ലേ? ഇത് മെയിൽ, 2 മെയിൽ 2 ഫീമെയിൽ ഉണ്ട്. ഒരു മെയിൽ ഇവരെ കുഞ്ഞുങ്ങൾ ഇപ്പൊ നിലവിൽ ഇല്ല. കുഞ്ഞുങ്ങളില്ല. അപ്പൊ അവരെ കൂട്ടിക്ക് അവര് പോവാണ്. അപ്പൊ ഇതൊക്കെ കാപ്പിയാണോ നട്ടാണ്? ഈ കാണുന്നതൊക്കെ ഈ ചെടി എന്താണെന്നോ? ഇത് പീനട്ട് ബട്ടർ ആണല്ലോ. ഉച്ചക്ക് എങ്ങനെയായാലും വാടിയിട്ട് നിൽക്കും, അത്രയും വെയിലാണല്ലോ. പിന്നെ നമ്മൾ സ്പ്രിങ്കിൾ ഇട്ട് കറക്കുന്നുണ്ട്, എന്നാലും അത്ര പിടിക്കുന്നില്ല. നാന കിട്ടാൻ വേണ്ടി പരമാവധി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ള ബാച്ചാണ്. ഇത് വലിയൊരു ബാച്ചായിരുന്നു.
ഇപ്പോൾ അതിൻ്റെ കാഭാഗമായി നമ്മൾ കൊടുത്തിട്ട്. ഏതിൻ്റെ ഒക്കെ കുട്ടികളത്? ഇതിൽ കയ്യൂക എന്നൊരു ബ്രീഡുണ്ട്, പിന്നെ അതേപോലെ തന്നെ ക്രസ്റ്റഡക്ക് എന്നൊരു ബ്രീഡുണ്ട്. ഓക്കെ. പിന്നെ കയ്യൂക ക്രസ്റ്റഡക്ക് മാത്രമേ ഉള്ളൂ. എല്ലാം മിക്സ്ഡ് ആയിട്ട് അതിനെ ക്രോസ് ആയി പോയില്ല? ഇല്ല, ഇത് കുഞ്ഞുങ്ങളാ. ആണല്ലേ? ഇനി ഒരു 2 മാസം കൂടെ ഉണ്ട് മുട്ട മീറ്റിങ്ങിനും മറ്റേതിനൊക്കെ. ഓക്കെ ഓക്കെ. അങ്ങനെ സമയത്ത് നമ്മൾ മാറ്റിയിടും. ഇതിൽ വിറ്റ് തീരുട്ടാ. ഏത് വേണമെങ്കിലും ചോദിച്ചാൽ കൊടുക്കും. ഏതിനെ ചോദിച്ചാൽ വേണമെങ്കിലും നിങ്ങൾക്ക് സാധനത്തിനെ ഫാമിൽ നിന്ന് മേടിച്ചിട്ട് പോകട്ടെ. പകുതി എണ്ണം ഇതിൽ കയറി നിൽക്കണ്ടിട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചെറിയ ബേബീസ്, ഏറ്റവും ചെറിയ ബേബീസിനെ കാണണമെങ്കിൽ നോക്കി നോക്കിയാൽ വളരെ ചെറിയ ബേബീസാണ് ഈ കാണുന്നത്. ഇത് എത്ര മാസമായിട്ടുണ്ട്? 1 മാസം അടുത്തുണ്ടാവും അല്ലേ? 1 മാസം ആണല്ലേ? ഓക്കെ ഓക്കെ. 1 മാസത്തിന് അടുത്തായിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കോൾഡക്ക് കണ്ടില്ലേ? അതിന്റെ കുഞ്ഞുങ്ങളാണ്. ഓക്കെ. അപ്പൊ ഏതിന്റെ കുഞ്ഞിന് വേണമെങ്കിലും കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അവര് അടയിരുന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിടും. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ മൊത്തം കൂട്ടിൽ കയറിയിട്ടാ. ഏതിന് വേണമെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ബോസം ഫാമിൽ നിന്ന് തരും. പ്രൈസില് നമ്മുടെ വരുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് സംശയമൊന്നുമില്ല. എന്ത് വേണമെങ്കിലും ചെയ്ത് തരും കേട്ടോ. നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നവർക്ക് പ്രൈസിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ഇക്കമാര് ചെയ്തു തരും കേട്ടോ. ഏതിന് വേണമെങ്കിലും ഉണ്ട്. ഇനി ഇവരുടെയൊക്കെ പേരൻസിനെ നമുക്ക് കാണാനുണ്ട് ഇല്ലേ? അപ്പൊ ഇനി എങ്ങനെ അപ്പുറത്തേക്ക് കിടക്കാം? ഇതിൽ കൂടെ ചാടി കിടക്കാം അല്ലേ? എല്ലാതും ഒരു ഇതാണ് നമുക്ക് എളുപ്പം. അതന്നെ പണിയെടുക്കാനായാലും ഒരു പ്രത്യേക ഇടേണ്ട കാര്യമില്ല. പിന്നെ ഈ കാണുന്ന ഇത് ഈ എന്താ പറയാ, ഈ വൈറ്റ് കാണുന്നതെല്ലാം സെബാസ്റ്റോപോൾ ഗൂസ് ആണ്. സെബാസ്റ്റോപോൾ ഗൂസ് യൂറോപ്യനാണ് ആണല്ലേ? ഇവരൊരു പാരന്റ് സ്റ്റോക്ക് ആണ്. ഇവരൊരു പ്രത്യേകത കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രില്ല് പോലെ ഇവിടെ ഇവര് നോക്കി ഇവരെ നോക്കി നോക്കിയാൽ ഇവര് മോൾട്ടിംഗ് ആണല്ലേ? ഇപ്പൊ മോൾട്ടിങ്ങിലാണ്. താഴത്ത് നോക്കിയാണ് കാണാം ഇത്രയും തൂവലുകൾ കൂട്ടുകളൊക്കെ ഉണ്ടാവും. പപ്പ് കിടക്കുന്നില്ല. ഇന്ന് രാവിലെ ക്ലീൻ ചെയ്ത് കൂടാ. ഓക്കെ ഓക്കെ. അത് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഈ മോൾട്ടിങ് കഴിഞ്ഞാലാണ് അടുത്ത എഗ്ഗിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുക. ആണല്ലേ? ഓക്കെ ഓക്കെ. ഇവരൊരു ഇറിറ്റേറ്റഡ് സൗണ്ട് ആണെന്നുള്ളൊരു സൗണ്ട് നമ്മൾ പുതിയ ഒരാൾ വരുന്നതുകൊണ്ടാണ്. ഇതിപ്പോ നമ്മളിൽ ഒരാൾ വാങ്ങിച്ചുണ്ടായാലും അവരെ വീട്ടിൽ ഒരു സൈലന്റ് ഇരിക്കും. ആ വീട്ടിലേക്ക് പുതിയൊരാൾ എൻട്രി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൗണ്ട് ഉണ്ടാക്കും. ആണല്ലേ? ഓക്കെ. ഭയങ്കര നൈസാണ്. വെള്ളമാലാകമാരുടെ പോലെ ഭയങ്കര ഭംഗിയാ. ഇതിപ്പോ ഈ മോൾട്ടിംഗ് ടൈം ആയതുകൊണ്ടാണ്. ആണല്ലേ? ഓക്കെ. അല്ലെങ്കിൽ നമ്മളവിടെ കണ്ട ക്രസ്റ്റഡക്കിന്റെ പാരന്റ് സ്റ്റോക്ക് ആണ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ അല്ലേ? ഓക്കെ. അത് തൊപ്പിത്താറാവ് അപൂർവമാണ് നമ്മൾ ഇതിനൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ കേട്ടാ. തൊപ്പിത്താറാവ് നമ്മുടെ ഈ വീഡിയോ അത്രയും വ്യത്യസ്തമായ വീഡിയോ ആണ്. അപ്പൊ അതിന് നിങ്ങൾ അത്രയും സപ്പോർട്ട് തരണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഫീമെയിലിന്റെ തലയിൽ കുറച്ച് തൂവല് കുറവായിരിക്കും. കാരണം പാരന്റ് സ്റ്റോക്ക് ആണ്. മെയിൽ കടിച്ചിട്ട് സമയത്ത് ആ സമയത്ത് ഉണ്ടാവുന്ന കുഴപ്പമുള്ളൂ. വേറെ ഇതുള്ളൂ. മെയില് എപ്പോഴും ക്യാപ്പ് അടിപൊളിയായിരിക്കും. അതന്നെ. നമ്മുടെ ഈ കോഴികളുണ്ട്, അങ്ങനെ കോഴികളുണ്ടാവും. നോക്കി നോക്കി എന്ത് രസം നോക്കിയാൽ. ഭയങ്കര ബ്യൂട്ടി. ഇവിടത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പാണ് കേട്ടോ. അത്രയും സെറ്റപ്പാണ്, അത്രയും നീറ്റാണ്. ധൈര്യമായിട്ട് ഇവിടെ വന്ന് വാങ്ങാം. നോക്കി നോക്കിയാ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കൂൾ വിട്ട് പിള്ളേർ പോണ പോലെയാ അല്ലേ? ഇപ്പൊ നമ്മളെ സൗണ്ട് ഇവിടുന്ന് ഉയർന്നുണ്ടേ. അതന്നെ നമ്മളിവിടെ പരിചയമില്ലാത്ത ബ്രോയുടെ ഒരു സാന്നിധ്യം ഇവരെ വയറ് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയൊരാള് വരുന്നുണ്ട്. ഗൂസാണ് പ്രശ്നം. ഇവരത്ര പ്രശ്നമില്ല. താറാവുകൾ അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമുണ്ട്. പേടി കൂടുതലുണ്ട്. ഗൂസ് പറഞ്ഞത് അവര് ഇവിടുത്തെ ആൾക്കാരാ. ഇവിടെ ഒരാള് വരുമ്പോ അവർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇതിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? നമുക്ക് തൊപ്പി താറാവിനെ പിടിച്ച് കാണിക്കാൻ യൂറോപ്പിന്റെ ബ്രീഡാണ്. നമ്മൾ ഈ ക്രസ്റ്റഡക്ക് കണ്ടത് മറ്റേ ഈസ്റ്റ് ഇൻഡീസ് ആണ്. ഇതൊക്കെ പിന്നെ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ ഈ സ്റ്റേജ് മുതലാണ് നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുക. ലൈറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയത് മുതൽ. ഇവര് ഏതിന്റെ പറഞ്ഞ? ഇതിലിപ്പോ ക്രസ്റ്റഡക്കിന് കുഞ്ഞുങ്ങളുണ്ട്. കയ്യൂക എന്നുള്ള ബ്രീഡ് ഉണ്ട്. കയ്യൂക, പച്ചത്താറാവ് എന്നൊക്കെ പറയും. ഇപ്പൊ ഈ പ്രായത്തിൽ കൊണ്ടുപോയി സർവൈവ് ചെയ്യില്ല. പിന്നെ ഒരു പ്രശ്നമില്ല. നമുക്ക് കൊണ്ടുപോയിട്ട് ഇത് ഇപ്പൊ സ്റ്റാർട്ടർ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവർക്ക്. ഫുൾ ടൈം തീറ്റ വരെ കൂട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല. ഒരു പരിപാടിയില്ല. ഒന്നുമില്ല. കൊടുക്കുന്ന ആൾക്കാർക്കും ഒന്നും വേണ്ട. അങ്ങനത്തെ മറ്റേ അസുഖങ്ങളോ മറ്റു കാര്യമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൂട് ക്ലീൻ ആയിരിക്കുക. കുടിക്കുന്ന വെള്ളം എപ്പോഴും ഫ്രഷ് ആയിരിക്കുക. മോർണിംഗിൽ കൊടുക്കുന്ന വെള്ളം എപ്പോഴും ഫ്രഷ് വാട്ടർ ആയിരിക്കും. മോർണിംഗിൽ വെള്ളം ഫ്രഷ് വാട്ടർ ആയിരിക്കുമ്പോൾ തന്നെ ഇവരെ പകുതി ഹെൽത്ത് ഉഷാറായി. പിന്നെ പകുതി നോക്കിയാൽ മതി. നമ്മളിപ്പോൾ 2 ദിവസം പഴക്കമുള്ള വെള്ളം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സാധനം കയ്യിൽ പോകും. അതിപ്പോൾ നമ്മൾ അവിടെ കണ്ട എംഡൻഗൂസിന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. കാണിക്കാം. അല്ല ഇവിടുത്തെ പാരന്റ് സ്റ്റോക്കാണ്. അല്ല അവിടെ കണ്ടില്ല.
അത് ഇനിയിപ്പോ എല്ലാവരും പേര് പറഞ്ഞു പോയി, അതാണ് പ്രശ്നം. ഇത് ജർമ്മൻകാരായ എംഡൻ ഗൂസുകളാണ്. എംഡൻ ഗൂസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് സെയിലിനുള്ളതല്ലേ? ഇത് അത് സെയിലിനുള്ളതാ. സെയിലിനുള്ളതാണ്. നല്ല സൈസുള്ള അടിപൊളി തറവകളാണ് കേട്ടോ. ഇവര് ശരിക്കും പറഞ്ഞാൽ പാമ്പിനെ അറ്റാക്ക് ചെയ്യുന്ന ഇല്ലല്ല അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. ഇല്ല അത് ഗിനിക്കോഴിയാണോട്ടല്ലേ? ടർക്കി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ. ഇതെങ്കിലും പൂമ്പ് ഒരു 3-4 നന്നായിച്ചോളാം. 3-4 1 കിലോ ആക്കിയാലേ. ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ കൊറേ മാങ്ങ സീസൺ ആയില്ല ശരിക്കും. ഇവിടെ മാങ്ങ ഓറഞ്ച് ഉണ്ടാവുന്ന സമയം ഇവിടെ. പക്ഷെ ഈ പ്രാവശ്യം ഓറഞ്ച് ഉണ്ടാവണ ഒറിജിനൽ ഓറഞ്ച് ഉണ്ടാവും. പക്ഷെ മരം കാണിച്ചു തരാം, നമുക്ക് കവർ ചെയ്യാം. നമ്മളെ കൊണ്ട് ആവുന്ന വെറൈറ്റികളൊക്കെ നമ്മളിങ്ങനെ. നമ്മുടെ മുമ്പത്തെ സിയാദിക്ക് ഇവിടെയാണോ വന്നേ? ഓറഞ്ച് മരത്തും അത് ഇവിടെയാണല്ലേ? ഞാനത് പറഞ്ഞപ്പോ എനിക്കൊരു അന്ന് ഞാൻ വീഡിയോ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓറഞ്ച് നന്നായിട്ടുണ്ടായിരുന്ന. നമ്മളിവിടെ വന്നപ്പോ കണ്ട വേറൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിന്റെ തൈകൾ സെയിലിന് ഇട്ടാ. ഇവരെ വീട്ടിൽ ഓറഞ്ച് ഉണ്ടാവാറുണ്ട്, വളരെ അപൂർവങ്ങൾ ഉണ്ടാവുന്നതാണ് ഓറഞ്ച്. പക്ഷെ ഇവരവിടെ നിറച്ച് കൊല കുത്തി ഓറഞ്ച് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കുറവാണ്, എന്നാലും നമുക്ക് പൊട്ടിക്കാം. ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്. കാണിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ. ഓറഞ്ച് തൈകൾ എത്രയ്ക്ക് കൊടുക്കണേ? പ്രൈസ് മെൻഷൻ ചെയ്യണ്ട. അപ്പൊ അത് വീഡിയോയില് വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും കേട്ടാ. നിങ്ങൾക്ക് എത്ര നാളുകൊണ്ട് ഓറഞ്ച് പൂത്തത്? കായുണ്ടായത് 1 വർഷം കൊണ്ട് ആണല്ലേ? ഓക്കെ. ഇത് പിന്നെ ഇവിടെ മുളക് നിൽക്കണോ നോക്കി. നമ്മളിതിനെ കാണുമ്പോൾ പലത് പറയാനായിട്ട് ഉപമിക്കാൻ തോന്നുന്നു, പക്ഷെ ഉപമിക്കണില്ല. ഇനിയിപ്പോൾ എങ്ങാനും വല്ലതും പറ്റി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ് കേട്ടോ. നോക്കി നോക്കിയാ, ഇതൊക്കെ ഒരു അച്ചാറിക്കുള്ള പരിപാടികളാണ്. അച്ചാറിന്റെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിത്തിന് വേണ്ടി നിർത്തിയിട്ടുള്ള ആണല്ലേ? ഓക്കെ. കാന്താരി മുളകിന്റെ അടിപൊളി വലിയ ടൈപ്പ്. ഇതൊക്കെ ഇത് കൊണ്ടാട്ട മുളക് പരിപാടി ഉണ്ട് ഇവിടെ. അത് അച്ചാർക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ? ഓ, ഇവര് ഇതുപോലെ ഉണ്ടായതൊക്കെ നമ്മള് തൈകളുണ്ട്, ഇഷ്ടംപോലെ തൈകളുണ്ട്. ആണല്ലേ? ഏത് പഴം? ഫിഗ് കാണുന്ന അത്തിപ്പഴമാണ് കേട്ടാ. ഓ, ഇതൊക്കെ ഇത്രയും ചെറിയ ചട്ടിയിലുണ്ടാവൂലേ? ഇവര് ഭയങ്കര സെറ്റപ്പാണ്. ഇതൊക്കെ ഓറഞ്ച് മരമാണോ? അതൊക്കെ ഓറഞ്ചിന്റെ മരം. ഇതിപ്പോ ചാവക്കാട് ഭാഗത്ത് ഇപ്പൊ ആരും ഓറഞ്ച് കൊണ്ട് വെച്ചാലും പിടിക്കോ? ഇവിടെ നമ്മള് ഇന്ന സ്ഥലത്തൊന്നുമില്ല. ഭാഗ്യത്തിന്റെ പേരുണ്ടാവുന്നതാണോ ഓറഞ്ച്? നമുക്ക് ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. നന്നായി 3 മരത്തിൽ നന്നായി കഴിക്കാറുണ്ട്. ഇത് പിന്നെ 2 വെറൈറ്റി ബ്രീഡുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ അവിടെ സ്ഥലത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇതിൽ കാണുന്ന ഗൂസ് പോമറേനിയൻ ഗൂസാണ്. ഫാമിലിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന താറാവ് ഡച്ച് ഹുക്ക് ബിൽ ഡക്ക് എന്ന് പറയും. ഹുക്ക് ബിൽ ഡക്ക്, അതിന്റെ ഹുക്ക് കണ്ടിട്ടില്ല? ഹുക്ക് ഈ ഹുക്ക് പോലെയാണ്. പിന്നെ കാണുന്നതാണ് പോമറേനിയൻ. പിന്നെ ബ്രഹ്മയൊക്കെ നമുക്ക് നമ്മളൊരു ഇഷ്ടത്തിന് താല്പര്യപ്രകാരം ഫസ്റ്റ് ഇവിടെ ചെന്നിരുന്നു. ഇവിടെ 200ഓളം പേരെ സ്റ്റോക്ക് ഒക്കെ ആയിട്ടുള്ള നമ്മളെ ആദം ഫാമിന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഈ കാണുന്ന വെറൈറ്റികളാണ്. ഇല്ല, ഇതൊക്കെ പേരന്റ് സ്റ്റോക്ക്. ഗൈസ്, പിന്നെ നമ്മൾ ഇവരെ കാണാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു താറാവിന്റെ ഒരു ലോകത്താണ് കേട്ടോ. ഇതൊരു പാടത്താണ് ഇവർ ചെയ്തിരിക്കുന്നത്. കണ്ട, പാടത്തിന്റെ ഏരിയയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതെന്ത് വെറൈറ്റി ആണ്? മസ്കോവി ബ്രീഡാണല്ലേ? ഓക്കെ. ഇത് ഭയങ്കര ബൾക്ക് സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ ഇവിടെ? ഉണ്ടല്ലേ? ഇതൊക്കെ ഇത് പാരന്റ് സെയിലിനില്ല അല്ലേ? കൊടുക്കുന്നതല്ലേ? അതൊക്കെ അവർ ബ്രീഡിങ് സെറ്റപ്പ്. ഓക്കെ. ആണല്ലോ? അപ്പൊ പിന്നെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല. ഇവരെ നമുക്ക് ഫോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഫോസ്റ്റേഴ്സ് അതായത് നമ്മൾ പ്രാവുകളിലൊക്കെ ചെയ്യും. വലിയ വിലപിടിപ്പിന്റെ പ്രാവുകളുടെ മുട്ട എടുത്തിട്ട് നാടൻ പ്രാവിനെ വെച്ചിട്ട് വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങൾ, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അല്ലേ? ഇവരുടെ മുട്ട ഇവർ തന്നെ അടയിരിക്കും. അതല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് ഇതാണ് ഇവരെ ബ്രീഡിങ് സെറ്റപ്പ് ഇട്ടാ. എന്റെ അമ്മോ, നോക്കി നോക്കിയാ, അടിയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കണ പരിപാടി നോക്കിയാ. നിങ്ങൾ നോക്കിയൊക്കെ ചീറ്റലുണ്ടല്ലേ ഏറ്റവും കുറച്ച്. അടിപൊളി. ഇതിന്റെ ഉള്ളിൽ ഇരിക്കണ്ട. ഒരുവിധം എല്ലാവരും മുട്ട ഇട്ടിരിക്കണം അല്ലേ? ഇവരെ മുട്ട നമുക്ക് അങ്ങനെ കഴിക്കാനുള്ള പർപ്പസിന് പറ്റില്ല അല്ലേ? പറ്റുമോ? സാധാ താറാമുട്ട കഴിക്കണ പോലെ തന്നെ അല്ലേ? ഒരുവിധപ്പെട്ട എല്ലാത്തിലും ഇരിക്കുന്നു കേട്ടോ താറാവുകൾ. ഇതേണ്ട
എത്ര മുട്ട വരെ ഇടും? എത്ര മുട്ട വരെ അടിയിരിക്കും? ഒരു മാക്സിമം ഒരു 15-16 മുട്ട വരെ ഇരിക്കില്ല. എത്ര ദിവസം വേണം വിരിയാനായിട്ട്? 28-32 ദിവസം. അതല്ലേ. പിന്നെ ഇപ്പൊ ഈ ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ 28 ദിവസം വിരിയും. ആണല്ലേ. ഓക്കെ. ഇതൊക്കെ ഒരു ഭയങ്കര ഇതെല്ലാം കൂടി ഒരേപോലെ ഇരിക്കണേ ഒരു വെറൈറ്റി സംഭവം അടിപൊളിയായിട്ടാ. നിർത്തിയപ്പോഴേ ഇനി ഇതിൽ ഗപ്പി വളർത്താൻ പറ്റില്ല, ഒരു സൈഡ് പൊളിച്ചു. അതന്നെ. ഓക്കെ ഓക്കെ. എന്താ പേര്? എന്തിനാ? സിദ്ധാൻ സുറൂർ അല്ലേ? ഓക്കെ. ആദ്യം പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഇത് എത്ര സെന്റില് ചെയ്യണത് ഈ ഒരു കോളനി? ഇത് 33 സെന്റ് കേട്ടോ. എല്ലായിടത്തും ഇതിന്റെ അടിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ചെയ്യണ്ടല്ലേ? ഭാവിയിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇനി ഇവരെങ്ങനെ വന്നോണ്ടിരിക്കട്ടെ. ഇവർ ഓരോ അതന്നെ വെറൈറ്റി സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള പരിപാടികളൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്തായാലും ചെയ്യും. അപ്പൊ ഈ വീഡിയോ ഒക്കെ സപ്പോർട്ട് കൊടുത്താലാണ് നമ്മൾ അടുത്ത് ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങളിത് വാങ്ങാനായില്ലെങ്കിലും ഇപ്പൊ ഞാനിപ്പോ താറാവിനെ അത്ര ഇഷ്ടപ്പെടാത്ത ഒരാളാ. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ എനിക്ക് താറാവ് വളർത്താനുള്ള ഒരു ടെൻഡൻസി വന്നു സത്യത്തില്. കാരണം നമ്മൾ കണ്ടിട്ടില്ല. അതന്നെ എവിടെയും കാണാത്ത വെറൈറ്റികളെ കാണുമ്പോ ഒരു കൗതുകം ഒന്ന് വളർത്തി വെക്കാം. പക്ഷെ നമുക്ക് വില കൊണ്ടാണ് നമുക്കത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേറൊരു രാജ്യത്ത് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ എക്സ്പെൻസീവ്. അതന്നെ ചിലപ്പോൾ 1 വർഷം പിടിക്കും, 2 വർഷം പിടിക്കും. അതന്നെ. പിന്നെ താറാവിനെ വളർത്തുക എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ സാഹചര്യമുള്ള സ്ഥലത്ത് മാത്രമേ വളർത്താൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ അയൽവക്കക്കാർ ചിലപ്പോൾ അതിനെ പൊരുത്തപ്പെട്ടൊന്നും വരില്ല. അപ്പൊ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും താറാവിനെ വാങ്ങാനായിട്ട് ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ള സംഭവം ഓറഞ്ച് മരം ഉണ്ട്. ഓറഞ്ചിന്റെ ഒരു മരം ഇവിടെ ഉണ്ട്. അത് ഓറഞ്ച് ഉണ്ട്. അത് പൊട്ടിക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ വന്നപ്പോ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപൂർവം പേര് കണ്ടാണ് ഒരു കാഴ്ചയായിരിക്കും. നമ്മുടെ നാട്ടില് ഉണ്ടാവാത്ത ഒരു സംഭവം ഓറഞ്ച്. നമ്മൾ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്കാണ് ഓറഞ്ച് കണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങൾ നമ്മുടെ കടകളിൽ നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഓറഞ്ചാണ് കേട്ടോ. നമ്മൾ 2 പൊട്ടിച്ചിട്ടത്. നമ്മളപ്പോൾ അത് കഴിക്കാനുള്ളൊരു പരിപാടിയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മുടെ ഇക്ക നമുക്കത് ഫ്രഷായിട്ട് മുറിച്ച് തരാൻ പോവാണ്. എനിക്ക് നോമ്പാണ്. ഓക്കെ. ഇതെങ്ങനെ കഴിക്കിയത്? ചെറിയൊരു പുളിപ്പുണ്ടാവും, അധികം പഴുപ്പിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ. സംഭവം എന്തായാലും കൊള്ളട്ടെ. ഒരു ഓറഞ്ച് ഇപ്പൊ പുളിപ്പായാലും എന്തിട്ടായാലും അത് വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതൊരു കൗതുകരമായ ഒരു കാര്യമാണ് കേട്ടോ. ഇവർക്ക് സീസണിലും അങ്ങനെയൊന്നും ഇല്ല. ഇതിപ്പോ ചൂടുകാലമായ കാരണം ഇപ്പൊ കുറച്ചുണ്ടായി നിൽക്കുന്നത്. അതന്നെ തണുപ്പ് സമയത്ത് നമ്മൾ വേറെ കണ്ടന്റ് എന്തായാലും ഇവിടെ ചെയ്യട്ടെ. ഇതിപ്പോ തന്നെ 10-30 ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ. മധുരണ്ട്. അടിപൊളിയാട്ടാ. സൂപ്പർ താനായി. അടിപൊളി. ഇതിപ്പോ എത്ര കൊറേ മരങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങള്? 3 മരം ഇത് മേലെ ഇതിന്റെ വളം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണേ? താറാവിന്റെ കൂട് ക്ലീൻ ചെയ്തിട്ടുള്ളത് വേസ്റ്റുകളാണ് വരുന്നല്ലേ? അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 4 മാസം ഇതുപോലെ ചാക്കി കെട്ടിട്ട് നനച്ചു വെക്കും. ഓക്കെ. 4 മാസം പക്ക കമ്പോസ്റ്റ് കൊടുക്കൂല്ലേ? അത് ഇതുപോലെ ഇട്ടിട്ട് ഇതൊക്കെ അതിന്റെ വേസ്റ്റാണ്. ഓക്കെ. കമ്പോസ്റ്റ് ആയിട്ട് മണ്ണ് പോലെ ആയി. ഇതിപ്പോ നിങ്ങള് നേരത്തെ നമ്മുടെ വീഡിയോയുടെ പകുതിയിൽ വെച്ച് നിങ്ങൾ കണ്ടിരുന്നു ഓറഞ്ചിന്റെ തൈകൾ കൊടുക്കാനുള്ളത്. അതേപോലത്തെ തൈകളാണ് ഇതേപോലത്തെ സംഭവം. അതെല്ലേ? ലെയർ ചെയ്ത് പോയിട്ടുള്ള തൈ ഇതാണല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ വില ഒന്ന് പറഞ്ഞേക്കാ. 600 രൂപ. അത് കൊറിയർ ഒന്നും ഇല്ല? കൊറിയർ പരിപാടികളൊന്നും ഇല്ല. ചാവക്കാട് വന്ന് വാങ്ങേണ്ടി വരും. ഇവിടെ കുഞ്ഞു കായകൾ ഉണ്ടായി വരുന്നൊക്കെ കണ്ട. കുഞ്ഞു കായകൾ കണ്ട. കുഞ്ഞേ കായകൾ ഈ സൈഡിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിറച്ചുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടാവൂല്ലേ? നല്ല മധുരണ്ട്. അതെ, നല്ല ഭംഗിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലേ? അടിപൊളിയാട്ടോ. നമ്മളത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഇന്നാളും നെല്ലിയാമ്പതി പോയിണ്ടായി. നെല്ലിയാമ്പതി പോയപ്പോ ഓറഞ്ച് മരങ്ങളുണ്ട്. ഓറഞ്ച് ഉണ്ടായില്ല. അപ്പൊ എന്തായാലും ഇത് പക്ഷെ എനിക്ക് ഭയങ്കര കൗതുകം കേട്ടാ. എനിക്ക് ഭയങ്കര കൗതുകം എന്ന് പറയാ. അതല്ലേ? ഓ അതിനാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇക്കയുടെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റാവുന്ന നിങ്ങളിലധികം പേരും കാണാത്ത ഒരു വെറൈറ്റി സാധനത്തിന് നമ്മൾ എടുക്കും. ഓക്കെ. ഇനി നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇനി ഒന്നും എടുക്കാനില്ല. അച്ചാറ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഹോം മെയ്ഡ് അച്ചാറുകളാണിത്. ഇതേതൊക്കെ? ഇത് ക്ലാം പിക്കിൾ, മറ്റേ കക്ക അച്ചാർ അല്ലേ? ക്ലാം തൃശ്ശൂർ ജില്ലയിലുള്ള കടകളിലൊക്കെ സെയില് തുടങ്ങിയിട്ടുണ്ട്. ഷോപ്പുകൾക്കും ബേക്കറി സൂപ്പർ മാർക്കറ്റ് അവർക്കാണ് നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നതല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ വരുന്നവർ എടുക്കുന്നുണ്ട്. എത്ര കാശ് എത്ര വരുന്നതിന്? MRP റേറ്റ് പലതിനും പല റേറ്റ് വരിക ആണല്ലേ? ഇതിപ്പോ നമ്മളെ വാളല്ലേ, വളർത്തുവാള ഫിഷ്. ഓക്കെ. കൂടുതൽ നമ്മൾ നോൺ വെജ് വെറൈറ്റികളാണ് ചെയ്യുന്നത്. ആണല്ലേ? ഇതിപ്പോ ഒരു വെറൈറ്റി സംഭവമാണ്. തുണിയൊക്കെ കെട്ടിയിട്ട് അത് കടകൾ ഇങ്ങനെ ഡിസ്പ്ലേ തന്നെ കൊടുക്കല്ലേ? അതുകൊണ്ട് വേറെ അങ്ങനെ ഇതിനകത്തേക്ക് കയറൊന്നും ഇല്ല. ഇതിൽ മറ്റൊരു ഇതിനാണ് നമുക്ക് ഒന്ന് ക്ലോസിംഗ് ഉണ്ടല്ലോ ഇതിന്. പിന്നെ അവർ അടപ്പിന് പകരം ഇത് ഭംഗി അത്രേ ഉള്ളൂ. ഓരോ സെറ്റപ്പ് ഉണ്ട്. അതിന് ശേഷം ഒരു വീണ്ടും ഒരു സീലിംഗ് ഉണ്ട്. ഒരു വെറൈറ്റി കളർ തുണികളൊക്കെ കെട്ടി നല്ല ഒരു വെറൈറ്റി ആണ്. പിന്നെ നമ്മളെ താറാവിന്റെ ഫാം ആയതുകൊണ്ട് പറയില്ല, താറാവിന്റെ അച്ചാർ. ഇവിടുത്തെ താറാവ് തന്നെ. അപ്പൊ ഇത് എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സാധനം എത്തിക്കും ഇല്ലേ? കൊറിയർ അല്ലേ ഇത്? കൊറിയർ ഉണ്ട്, എക്സ്ട്രാ കൊറിയർ ചാർജ് വരും. എങ്ങോട്ട് വേണമെങ്കിലും സാധനം. എല്ലാത്തിന്റെ ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടാവും. എത്ര വെറൈറ്റി ഉണ്ട് ഇപ്പൊ ഇവിടെ? നമ്മളിപ്പോ നിലവിൽ 15 വെറൈറ്റി അച്ചാർ, 15 വെറൈറ്റി ഉണ്ട്. ഒരു 9 വെറൈറ്റി കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ. വ്യത്യസ്തമായ റേറ്റുകളല്ലേ? അത് മാത്രമല്ല ചിലതിന്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുക. ഇപ്പോ ചില മീനുണ്ടെങ്കിലും ചില സീസൺ ബേസിലാണ് ഇത് കിട്ടുക. ആണല്ലേ? ഓക്കെ. ഇപ്പൊ ഈ കാട എപ്പോഴും കിട്ടിയെന്ന് വരില്ല, നമുക്ക് കാടയുടെ ഇറച്ചി എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അതേപോലെ ഇപ്പൊ നമുക്ക് എപ്പോഴും കിട്ടണത് ഇപ്പൊ ബീഫ്, ചിക്കൻ അവരുടെയൊക്കെയാണ് കിട്ടുക. ചിക്കൻ്റെ അച്ചാർ വെച്ചിട്ടില്ല, ബീഫ് ഉണ്ടാവും, ബീഫ് അച്ചാറുണ്ട്, അങ്ങനെ സകല വക സാധനങ്ങൾ. പിന്നെ സ്റ്റിക്കർ വർക്കൊക്കെ മാരക വർക്ക് അടിപൊളിയാണ്. ഓ, എല്ലാത്തിനും വെവ്വേറെ റേറ്റ് ആണല്ലോ? എല്ലാത്തിനും വെവ്വേറെ റേറ്റ് ആണ്. അതിലിപ്പോ നമ്മളിപ്പോ 400 ഗ്രാം, 200 ഗ്രാം, 100 ഗ്രാം പാക്കറ്റും ഉണ്ട്. കേരള 100 ഗ്രാമിന്റെ ഇരിക്കും. അടിപൊളി. ഇത് ഓലമീൻ, അതിന്റെ 200 ഗ്രാമിന്റെ. ഇതിന്റെ തന്നെ വലുതുണ്ടാവും. അതൊക്കെ സെയിം പാറ്റേണിൽ തന്നെ. ഭയങ്കര സെറ്റപ്പാണ്. അപ്പൊ സകല വക പരിപാടികളുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പരമാവധി ആണല്ലേ? ഓക്കെ. നമ്മുടെ അടുത്തുള്ള ചാവക്കാട്, അങ്ങനെ കുന്നംകുളം, ഞങ്ങൾ ഗുരുവായൂർ ചെയ്യുന്നതല്ലേ? വലുതാക്കണമെന്നുണ്ട്. സെറ്റാക്ക്. നമുക്ക് ഇങ്ങനെ വീഡിയോസിലൊക്കെ ആഡ് ചെയ്യാതെ. പിന്നെ ഇക്കൊക്കെ ഒരു ചാനൽ ഉണ്ടല്ലോ, അത് പറഞ്ഞ ബോസം ഫാമിന്റെ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടി പുതിയൊരു ചാനലുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫാമിന്റെ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ രണ്ടുപേരും കൂടി ഒരു ബൈ കൊടുത്തേ.